ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കൂർക്ക കൊണ്ടുള്ളൊരു ഉഗ്രൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. കൂർക്ക നമ്മുടെ ഇറച്ചി വരട്ടുന്ന അതേ ടേസ്റ്റിലാണ് വരട്ടിയെടുക്കുന്നത്. പിന്നെ കൂർക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രയാസം അത് എങ്ങനെ അതിൻ്റെ തൊലി കളയാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സും ഞാനിന്ന് കാണിക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ കൂർക്ക എടുത്തിട്ടുണ്ട്. കൂർക്ക നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ മണ്ണൊക്കെ കളയാം. എന്ന് വെച്ചാൽ മണ്ണിൻ്റെ അടിയിലാണത് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല മണ്ണുണ്ടാകും. അപ്പോൾ നല്ല പോലെ ഒരു 5-6 പ്രാവശ്യം കഴുകിയിട്ട് മണ്ണ് നന്നായിട്ട് കളഞ്ഞാൽ മതി. അതിന്മേൽ ഇതുപോലെ നാരൊക്കെ ഉണ്ടാവും. അതൊന്നും കളയേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ഒരതി മണ്ണൊന്ന് കളഞ്ഞാൽ മതി. അതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നല്ല ക്ലിയറായി ആവുന്നത് വരെ കഴുകണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ ഈ നാരിൻ്റെ ഇതൊന്നും കളയേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. ഇനി കിട്ടുകയാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ടാൽ മതി. പിന്നെ അത് മാത്രമല്ല, ഇത് ക്ലീൻ ആക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കറയാവും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതുപോലെ ചാക്കോ അതിലെന്തെങ്കിലും ഇട്ടിട്ട് അടിക്കുകയാണ് ചെയ്യൽ. അപ്പോൾ അതിലിട്ടിട്ട് നല്ലപോലെ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളകി കിട്ടും. പിന്നെ നല്ലപോലെ ഒന്ന് ഒരതി കഴുകിയാലും പിന്നെയും കുറച്ചൊക്കെ തൊലി ഉണ്ടാവും. അത് നമ്മൾ കത്തി വെച്ചിട്ട് കളിയാണ് ചെയ്യുന്നത്. അപ്പോഴും കയ്യിൽ കറയാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കുന്ന പോലെ തന്നെ കയ്യിൽ കറയാവാതെ എങ്ങനെ കൂർക്കയുടെ തൊലി കളയാമെന്നല്ലേ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇതാണിത്, ട്രിക്സാണിത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വേവാനൊന്നും പാടില്ല. നമ്മളെ കയ്യിൽ കറയായാൽ അത് കറ പോയി കിട്ടാനും പ്രയാസമാണ്. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കറയുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ മണ്ണൊക്കെ ശരിക്ക് കഴുകിയതിന് ശേഷം നമുക്ക് ഇതൊരു കുക്കറിലോട്ട് മാറ്റണം. എന്നിട്ട് ഒരു വിസിൽ വെച്ചാൽ മതി. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് പ്രഷറൊക്കെ പുറത്തേക്ക് ഒഴിവാക്കി തുറക്കാം. അപ്പോൾ ഇതിന് കൂർക്ക ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് വിസിൽ വന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടതായിരുന്നു. ബാക്കിയുള്ള പ്രഷർ ഞാൻ ഒരു 2-3 മിനിറ്റിന് ശേഷം ഒഴിവാക്കിയതിന് ശേഷം പ്രഷർ ഒഴിവാക്കിയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് തൊലിച്ചെടുക്കാം. നമ്മുടെ പൊട്ടാറ്റൊക്കെ പുഴുങ്ങിയിട്ട് നമ്മൾ തൊലി ഒഴിവാക്കില്ല, അതുപോലെ തന്നെ ഒഴിവാക്കിയാൽ മതി. കയ്യിൽ കറയൊന്നും ആവില്ല. ഒന്നും ആവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5-6 മിനിറ്റ് മതിയാവും ഇതുപോലെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. കണ്ടോ, കൈ വെച്ചിട്ട് ഇതങ്ങനെ ഇതാക്കിയാൽ മതി. പക്ഷേ അതിൻ്റെ ഉൾവശം നന്നായി വന്നിട്ടൊന്നുമില്ല കേട്ടോ. തൊലിയൊന്ന് പൊട്ടിയിട്ടേ ഉള്ളൂ. ബാക്കി വേവിക്കുന്നത് നമ്മൾ മസാലയിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് എല്ലാം ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. കട്ട് ചെയ്യാനൊക്കെ സുഖമാണ്. പിന്നെ കയ്യിൽ കറയാവുമോ എന്നുള്ള ടെൻഷനില്ല. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ആദ്യമൊക്കെ നമ്മൾ വീട്ടുപറമ്പിലൊക്കെ നമ്മൾ കൂർക്ക കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യാറില്ല. ഇത് നമ്മുടെ അറിയുന്ന ഒരാൾ കൊണ്ടുവന്ന് തന്നത് തന്നെയാണ്, കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല. നല്ല കൂർക്കയാണ്. ഇനി നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കുന്നതിന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് 2 ഗ്രാമ്പു, 2 ഏലക്ക, ചെറിയൊരു പീസ് പട്ട, ചെറിയൊരു പീസ് 2-3 പീസാക്കിയിട്ട് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഒരു ഇറച്ചിയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഇത് പൊട്ടുന്നതൊന്ന് പുറത്തേക്ക് എണ്ണയൊക്കെ തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടച്ചു വെച്ചത്. ഇനി നമുക്കിതിലോട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആ ഇറച്ചിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാനത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂർക്ക വേവിച്ച സമയത്ത് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ എല്ലാത്തിലും വേണ്ട ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്.
ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനൊരു 3/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഇറച്ചി മസാലയോ അതുപോലെ തന്നെ ചിക്കൻ മസാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടി അപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വരെ നമുക്ക് കറി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാത്തിലും ഇതുപോലെ കറി പൗഡർ ആഡ് ചെയ്യും കേട്ടോ. അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അത് നിങ്ങൾക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം വീട്ടിൽ തയ്യാറാക്കിയ മസാല പൗഡറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്, കടയിൽ നിന്ന് വാങ്ങാറില്ല. അപ്പം ആ മസാലപ്പൊടിയുടെ ആ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ച കൂർക്ക ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൂർക്ക പകുതി വേവേ ആയിട്ടുള്ളൂ, നമ്മൾ ഫുള്ളായിട്ട് വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് പകുതി വേവും കൂടി ആവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേവിക്കാനുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കൂർക്ക വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ പച്ചവെള്ളം ഉള്ളൂ, നിങ്ങളടുത്ത് ചുടുവെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ മസാലപ്പൊടിയിലോട്ട് വെള്ളം ആഡ് ചെയ്യുക. അതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം കൂർക്ക ആഡ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ തിളച്ച വെള്ളം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ മസാല വെള്ളത്തിൽ കിടന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം കൂർക്ക ആഡ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ടി വരില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം നമ്മൾ പകുതി വേവിച്ചതാണല്ലോ. അപ്പോൾ അങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് കൊണ്ട് ടേസ്റ്റിൽ മാറ്റമൊന്നും വരില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വെള്ളം വറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വെള്ളം വറ്റി കഴിഞ്ഞാൽ ഉപ്പിട്ടാൽ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ച് ആ മിക്സ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തൊന്ന് ഉപ്പൊക്കെ ഒന്ന് പാകാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ വേവിച്ചാൽ മതി. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂർക്ക കൊണ്ടുള്ള വരട്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഇറച്ചി വരട്ടി അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു. ഇതുണ്ടായാൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചോറുണ്ണാൻ. അപ്പോൾ കൂർക്ക ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.